എല്ലാവർക്കും ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ നവരാത്രി സ്പെഷ്യലായിട്ട് പഞ്ചാമൃതത്തിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പഞ്ചാമൃതത്തിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പഞ്ചാമൃതം തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഴമാണ് എടുത്തിരിക്കുന്നത്. പഴമാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ്. അപ്പം ഞാനിവിടെ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം കദളിപ്പഴം എടുക്കാം, അതുപോലെ തന്നെ റോബസ്റ്റ പഴം എടുക്കാം. ഞാനിപ്പം ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. 4 എണ്ണം എടുത്തിട്ടുണ്ട്. അത് 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ 5 ടീസ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയെ ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ശർക്കര നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ അളവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ ഈന്തപ്പഴം. അതും 5 എണ്ണം എടുത്തിട്ടുണ്ട്. 5 എണ്ണം കുരു കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഈന്തപ്പഴവും നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ഞാനൊന്ന് മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈന്തപ്പഴം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മുടെ കറുത്ത ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കൽക്കണ്ടമാണ് എടുത്തിരിക്കുന്നത്. കൽക്കണ്ടം ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ പഞ്ചാമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ചേരുവകൾ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. ഇനി ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കൊണ്ട് ഒന്ന് ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാനിവിടെ തേനും എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകിൽ തേൻ ഒഴിവാക്കിയിട്ട് കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കൽക്കണ്ടം ഒഴിവാക്കിയിട്ട് തേൻ ചേർത്ത് കൊടുക്കാം. 5 ഇൻഗ്രീഡിയന്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ. ഞാനിപ്പം മൊത്തം എല്ലാം കൂടെ 6 ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം. അപ്പൊ ഇതിലേക്ക് ഇനി നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേറെ ചേരുവകൾ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ചേർക്കാം, പിന്നെ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് ചേർക്കുന്നവരുണ്ട്. ആപ്പിള്, മുന്തിരി പോലെയുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് ചേർത്തിട്ട് തയ്യാറാക്കാം. അപ്പൊ അതൊക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഇതിന്റെ ചേരുവകളിനകത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര അളവിൽ ഉണ്ടാക്കണം അതിനനുസരിച്ച് ഇതിന്റെ അളവുകളിലും വ്യത്യാസങ്ങൾ വരുത്താം. ഇതെല്ലാം മധുരമുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ മധുരത്തിന്റെ അനുസരിച്ച് വേണം ഇതിന്റെ അളവുകളൊക്കെ വ്യത്യാസങ്ങൾ വരുത്താനായിട്ട്. അപ്പൊ ഇനി നമുക്ക് പഞ്ചാമൃതം തയ്യാറാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അപ്പൊ ഒന്നുകിൽ ഒരു ഇടികല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു മാഷർ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയോ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു ഇടികല്ല് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് കുറച്ച് കട്ടിയുള്ള ഡേറ്റ്സിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ചൊന്ന് അലിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ്സ് ഉണ്ടല്ലോ, അതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഡേറ്റ്സ് ആണ് കുറച്ചും കൂടെ നല്ലത് ഈ പഞ്ചാമൃതം തയ്യാറാക്കാനായിട്ട്. അപ്പൊ ഇതുപോലെ ഇടികല്ല് വെച്ചിട്ട് തന്നെ നമുക്ക് ഉടച്ചെടുക്കണമെന്നില്ല, കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടിയിട്ട് അങ്ങനെ തയ്യാറാക്കാം. ശരിക്കും കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടി എടുത്തിട്ട് അങ്ങനെയാണ് ഇത് ശരിക്കും തയ്യാറാക്കുന്നത്. അപ്പൊ ഡേറ്റ്സ് ഞാനൊന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഉടച്ചെടുക്കാനായിട്ട്. അപ്പൊ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 4 പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ കൂടുതൽ അളവിൽ വേണ്ടവർക്ക് കൂടുതൽ പഴം എടുക്കാം. അപ്പൊ ഈ പഴവും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പൊ പഴം ഉടച്ചെടുക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് കുറച്ച് കഷ്ണങ്ങളായിട്ട് കിടക്കുന്നത് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് മാത്രം ഒന്ന് ഉടച്ചെടുത്താൽ മതി. ബാക്കി കഷ്ണം പോലെ അങ്ങനെ തന്നെ കിടന്നോട്ടെ, അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ഞാൻ പഴവും ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പൊ ഡേറ്റ്സും പഴവും ഞാൻ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. 5 ടീസ്പൂൺ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ നമ്മൾ വേറെ ഇനി ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൽക്കണ്ടവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഇതിന്റെ കൂടെ ചേരും. അപ്പൊ ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേരുവകളിനകത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം. എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടില് ഒരു നിവേദ്യം പോലെ തയ്യാറാക്കാൻ പറ്റിയ പഞ്ചാമൃതമാണ്. അപ്പൊ ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേ തന്നെ നമ്മുടെ ആ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് തേനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ ഇപ്പം 2 ടീസ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ അത് നിങ്ങളുടെ മധുരത്തിന്റെ അനുസരിച്ച് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അധികം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ കുറവ് ചേർത്താലും മതി. ഞാനിപ്പോ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഉരുക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് നെയ്യ്. അപ്പൊ അതിൽ നിന്ന് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പൊ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയും ചേരുവകളാണ് ഞാനിപ്പോ ഈ പഞ്ചാമൃതത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം ഒന്ന് അലിഞ്ഞു വരും. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് വേണമെങ്കിൽ ആപ്പിള് മുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പഞ്ചാമൃതം. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ ടേസ്റ്റിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പഞ്ചാമൃതം കഴിച്ചിട്ടുള്ള എല്ലാവർക്കും ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമായിരിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അത്രയും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇൻഗ്രീഡിയൻസിനകത്തിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്താം. ഒരു ബേസിക് ആയിട്ടുള്ള പഞ്ചാമൃതം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത്. എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പഞ്ചാമൃതമാണിത്. നവരാത്രി ആഘോഷിക്കുന്ന എല്ലാവരും ഈ രീതിയിൽ വീട്ടിൽ ഒരു നിവേദ്യം പോലെ പഞ്ചാമൃതം തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. അപ്പൊ ഇതിന് മുന്നേ ഞാൻ നവരാത്രി സ്പെഷ്യൽ ആയിട്ടുള്ള കടല ചുണ്ടലിന്റെ വീഡിയോയും നെയ്പായസത്തിന്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. അതിന്റെ രണ്ടും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ പഞ്ചാമൃതം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്